അപ്പോൾ ഇന്ന് നമുക്ക് സർവീസിൻ്റെ ഒരു ഐഫോൺ 12 Pro ആണ് കേട്ടോ. 12 Pro ബാക്ക് ഗ്ലാസ് ചേഞ്ച് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ഹൗസിങ് ചെറിയ ബെൻഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൗസിങ് മൊത്തമായിട്ട് മാറ്റാം. കോപ്പി അല്ല കേട്ടോ, ഒറിജിനൽ ഹൗസിംഗ് ആണ്. അപ്പോൾ നമുക്ക് മൊത്തം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ 12 Pro മൊത്തമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാനൽ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ സാധനങ്ങൾ ഹൗസിങ് മൊത്തമായിട്ടാണ് ചേഞ്ച് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ സ്ട്രിപ്പ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ക്യാമറ മൊത്തം പുതിയതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇതിലുണ്ടാവും. കാരണം ഇത് ഒറിജിനൽ പാനലാണ്. സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത ക്ലൗഡ് ഫോണുകളിൽ നിന്ന് റിമൂവ് ചെയ്ത പാനലാണ്. അതുകൊണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ ഫുള്ള് ക്ലിയർ ആക്കി മാറ്റിയിട്ട് സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. കസ്റ്റമർക്ക് ബാറ്ററി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ബാറ്ററിയും കൂടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയും കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പാനലാണ്, അതുകൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. കോപ്പിയൊക്കെ ആകുമ്പോൾ ഉള്ളോട്ടുള്ള ഏരിയകളിൽ പോകുമ്പോൾ റേഞ്ചിനൊക്കെ ഇഷ്യൂ വരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സാധനം സെറ്റാണ് കേട്ടോ. നല്ല രീതിയിൽ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കസ്റ്റമർക്ക് ചേഞ്ച് ചെയ്ത രീതിയിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ മൊത്തം ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബയോയിലെ നമ്പർ ഉണ്ട്. പിന്നെ നമ്മൾ ഐഫോണിൻ്റെ പേജായിട്ട് കോൺടാക്ട് ചെയ്യാം.